എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തന പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ആ ഒരു പുതിയ പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കല്യാണമൊക്കെ ഇങ്ങനെ അടുത്ത് വരുവാണല്ലോ. അപ്പം നമ്മുടെ ബാലൻ്റെ സ്വഭാവത്തിൽ ആകപ്പാടെ ഒരു മാറ്റങ്ങൾ കേട്ടോ. നമ്മുടെ ആ ഒരു മൂന്നാമത്തെ മരുമകൾ കയറി വരാൻ പോകുമ്പോൾ ബാക്കി രണ്ടുപേരും ഭയങ്കര വേസ്റ്റ് ആണെന്ന് ആ ഒരു വാക്കിലും പറച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീനാക്ഷിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ശ്രീദേവി വരുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മീനാക്ഷിക്ക് ആ ഒരു ഒളിച്ചോടി വന്നതിൻ്റെ വ്യത്യാസം അവളപ്പോൾ മനസ്സിലാക്കിക്കോളും എന്നൊക്കെ നമ്മുടെ ബാലൻ നമ്മുടെ മീനാക്ഷിയുടെ മുന്നിൽ വെച്ച് തന്നെ കേട്ടോ പറയുന്നത്. അപ്പം നമ്മുടെ മീനാക്ഷിക്ക് അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ മീനാക്ഷി ഒരു രാത്രിയിൽ മുറിയിൽ കയറി കഥ കടച്ച് ആ ബെഡിലല്ല കേട്ടോ, അടിയിൽ പായൊക്കെ ഇട്ട് കിടക്കുന്നൊരു രംഗമാട്ടോ. എന്നിട്ട് പറയണം, നിങ്ങളുടെ മകൻ്റെ എന്താ പറയുക, നിങ്ങളോട് അച്ഛൻ്റെ അടുത്ത് പറയണം, മകൻ്റെ ഭാര്യയാണ് ഞാനെന്ന് അച്ഛൻ അംഗീകരിക്കുന്ന ഒരു ദിവസം അന്നേ ഞാൻ ഇനി നിങ്ങളുടെ ഒപ്പം ജീവിക്കുള്ളൂ. അതായത് അച്ഛൻ പറയണം, ഉറക്കെ വിളിച്ച് പറയണം ഇതെൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന്. ആ ഒരു അംഗീകാരം കിട്ടിയാൽ മാത്രമേ നമ്മൾക്കിനി ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകുള്ളൂ എന്ന് നമ്മുടെ മീനാക്ഷി വാശി പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ മരുമകൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ദേവമംഗലത്ത് പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ടോ. അപ്പുറത്ത് നമ്മുടെ മിഥുൻ്റെ ആ ഒരു കുറേ ബുദ്ധികളും അതിനിരയാകുന്ന നമ്മുടെ ആര്യനൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അപ്പുറത്താണെങ്കിൽ ശ്രീദേവിയുടെ വീട്ടിൽ ആ ഒരു ശ്രീദേവിയുടെ ആ ഒരു കള്ളങ്ങൾ പൊളിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും നമ്മുടെ ഉദയഭാനും നമ്മുടെ ഭാര്യയും തമ്മിൽ കുറേ അടിയും പിടിയും പ്രശ്നം ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ തന്നെയാട്ടോ. മെയിനായിട്ട് നമ്മുടെ മീനാക്ഷിയുടെ കാര്യമാട്ടോ. നമ്മുടെ ആ ഒരു ശ്രീദേവി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മീനാക്ഷിയുടെ ജീവിതം ഏതാണ്ട് തകർന്നൊരവസ്ഥയായി. നമ്മുടെ ബാലൻ്റെ ഒരു കുത്തുവാക്കുകൾ മീനാക്ഷിക്ക് അത്രയ്ക്കും അസഹനീയമായിട്ട് മാറുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ ബാലൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരുന്നതിനെ കാണും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.